ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുരുഷന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 മാർഗങ്ങൾ. അത് ഈവൺ ഒരു വാക്ക് പോലും പറയാതെ അവരുടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരോട് സ്മൈൽ ചെയ്യുക എന്നുള്ളതാണ്. ആ സ്മൈൽ ചെയ്യുന്നത് വളരെയധികം സിൻസിയർ ആയിട്ടായിരിക്കണം. മനസ്സിലായോ? ഒരു പെൺകുട്ടിയുടെ സ്മൈൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഐ കോണ്ടാക്ട്. അവരെ വളരെ നല്ല രീതിയിൽ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സംസാരിക്കുന്ന സമയത്തൊക്കെ അതും അവർക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അവരെന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ ലിസൺ ചെയ്യുക. അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായി കഴിഞ്ഞാൽ അതും അവർക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ടായിരിക്കും, ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരുടെ ഓരോ തോട്ടുകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ അവരുടെ പക്ഷത്താണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അവർക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ലിസൺ ചെയ്യുക. പിന്നെ അവർ പറയുന്ന കാര്യങ്ങളെ എൻകറേജ് ചെയ്യുക. അവരുടെയൊക്കെ എന്തെങ്കിലും പാഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും ഒരു എൻജോയ് മൊമെന്റിലായിരിക്കുക എന്നുള്ളതാണ്. മാക്സിമം അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് എൻഗേജ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ ടച്ചുകളും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കോൺഫിഡൻസ് നൽകും. ഇപ്പോൾ എന്തെങ്കിലും ഒരു സപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ജസ്റ്റ് അവരുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് തോളിൽ കൈയിട്ട് സംസാരിക്കുന്നതോ ഒക്കെ അവർക്ക് നല്ല കോൺഫിഡൻസ് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചു, ഇപ്പോൾ യാത്രയാവട്ടെ, ഫുഡ് കഴിക്കുന്നതാവട്ടെ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. ആ പുള്ളിക്ക് എന്താണോ ഇഷ്ടം ആ ഫുഡ് നിങ്ങളും പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന സമയത്താണെങ്കിൽ കൂടി പുള്ളിക്ക് എങ്ങോട്ട് പോകാനാണോ താല്പര്യം ആ സ്ഥലത്തേക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം ഉയർത്താൻ സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുക, നമ്മുടെ പ്രസൻസ് കാണിക്കുക. അവർ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും അവർക്ക് വളരെയധികം കോൺഫിഡൻസ് കൂടും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് സക്സസ്സുകൾ ഉണ്ടായിരിക്കും. അവർ വിൻ ചെയ്യുന്നത് അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും അവരുടെ സക്സസ് ഒക്കെ നിങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും അവർക്ക് കോൺഫിഡൻസ് ഉയർത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് തോന്നുന്നു ഏകദേശം 10ഓളം കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. 1 by 1 ആയിട്ട് പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കോൺഫിഡൻസ് നൽകാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ നന്മയായിരിക്കും. അവർ ഉയരങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ മാക്സിമം കോൺഫിഡൻസ് നൽകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.